കൂട്ടുകാരെ നമസ്കാരം, രാകേഷാണ്. ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യല്ലേ, മാക്സിമം മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി ആളുകൾ അത് കാണുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടേ. അതിൽ കൂടുതലും ആളുകൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും എന്താണ് അവർക്ക് ഇങ്ങോട്ട് എത്താൻ വേണ്ടി ചെയ്യേണ്ടതെന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി മെസ്സേജ് വരാറുണ്ട്. മാക്സിമം എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ. നിങ്ങൾ യൂറോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ട്രക്ക് ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം ഒരു ഹെവി ലൈസൻസ്, 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ്, പിന്നെ നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ഏജൻസി വഴി ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ട്രെയിലറിൻ്റെ ലൈസൻസ് വേണമെന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയുള്ള ലൈസൻസ് പറയുന്നത് C+E കാറ്റഗറിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ ലൈസൻസ് ഇൻ്റർനാഷണൽ ആക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിവിടെ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ലിത്വാനിയ എന്ന് പറയുന്നൊരു കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് IDP മതി, ഇൻ്റർനാഷണൽ ലൈസൻസ് മതി നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിൽ C+E എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ നേരത്തെ നമുക്ക് ഹെവി ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ RT ഓഫീസിൽ നിന്ന് C കാറ്റഗറിയും E കാറ്റഗറിയും സീൽ ചെയ്ത് തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ചില RT ഓഫീസുകളിൽ, മിക്ക RT ഓഫീസുകളിലും ഇപ്പോൾ E കാറ്റഗറി സീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെയിലർ ലൈസൻസ് ഉണ്ടെങ്കിലേ അത് സീൽ ചെയ്യുന്നുള്ളൂ. ആ E കാറ്റഗറി സീലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാനും പറ്റത്തുള്ളൂ അത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി പൈസയൊക്കെ മുടക്കിയിട്ട് ആണ് നമ്മൾ ഇങ്ങോട്ട് പോരാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മളപ്പോൾ ഇങ്ങോട്ട് പോരാൻ നിന്നിട്ട് ആ ലാസ്റ്റ് സമയത്ത് IDP എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമുക്ക് E കാറ്റഗറിയിൽ സീൽ വെച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ട്രെയിലർ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാമെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശേ ആകത്തുള്ളൂ ട്രെയിലർ ലൈസൻസ് എടുത്ത് കയ്യിൽ വെക്കുക. എന്നാൽ യൂറോപ്പിലെ എല്ലാ കൺട്രിയിലും നമുക്ക് IDP വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ചില കൺട്രിയിലൊക്കെ ഇവിടെ വന്നതിന് ശേഷം, ഇവിടുത്തെ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളേ. പിന്നെ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾ യൂറോപ്പിലേക്ക് വരാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കുക. ലൈസൻസ് എടുത്തിട്ട് നിങ്ങളത് ഇൻ്റർനാഷണൽ ആക്കിയതിന് ശേഷം മാത്രം പോരുക ഇങ്ങോട്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു കൂട്ടുകാരൻ്റെ അനുഭവം ഉണ്ടായതാണ്. പുള്ളി ജനറൽ കാറ്റഗറിയിൽ ഇവിടെ വന്നിട്ട് ഇവിടെ വർക്കിന് ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി തിരക്കി കഴിഞ്ഞപ്പോൾ വണ്ടി ഫീൽഡിൽ നമുക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ പുള്ളിക്ക് ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് വേറൊരു കാര്യം നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ല. വേറെ ഒന്നിനെ പറ്റി നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ ഒരു ഫീൽഡായതുകൊണ്ട് വേറെ ഒന്നിനെ പറ്റി അറിയത്തില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് കേട്ടോ ഡ്രൈവർമാർക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് മേഖലയുമായിട്ട് ഇവിടെ വരുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ലൈസൻസ് എടുക്കുക, IDP എടുക്കുക, ഇൻ്റർനാഷണൽ ആക്കിയിട്ട് അതൊന്ന് കയ്യിൽ വെച്ചേക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാരോടും സ്നേഹം മാത്രം.